മഹാനായ മറുവശത്ത് മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട പറപ്പൂർ അലിമൂലവി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആളുകൾ സംവാദം നേരത്തെ വ്യവസ്ഥ ചെയ്തതാണ്. കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ്. സംവാദത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ആദ്യം ചോദ്യം ചോദിക്കേണ്ടത് സുന്നികളാണ്. പക്ഷെ ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് മുജാഹിദ് പക്ഷത്തിന്റെ വേദിയിൽ നിന്ന് ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖിനെ കാക്കണേ എന്നുള്ളതിന് ഖുർആനിൽ വല്ല തെളിവുണ്ടോ എന്ന് മുജാഹിദ് മൂലന്മാർ ചോദ്യം ചോദിച്ചു. സ്വാഭാവികമായിട്ടും വ്യവസ്ഥയ്ക്ക് എതിരായതുകൊണ്ട് മഹാനായ പതിയപ്പിൽക്കാരൻ പറഞ്ഞു, ആ ചോദ്യത്തിന് മറുപടി പറയില്ല, കാരണം ഇത് സംവാദ വ്യവസ്ഥയ്ക്ക് എതിരാണ്. ഉണ്ട് അവർ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. സംവാദ വ്യവസ്ഥയ്ക്ക് എതിരാണ് എന്ന് മാത്രം പതിയപ്പിൽക്കാരൻ മറുപടി പറഞ്ഞു. രാത്രി ഏറെ വൈകിയിട്ടും മുജാഹിദിന്റെ വേദിയിൽ നിന്ന് ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മഹാനായ പതിയപ്പിൽക്കാരൻ പറഞ്ഞു, സംവാദ വ്യവസ്ഥ പാലിക്കാതെ മറുപടി പറയില്ല. അപ്പോഴാണ് നേരെ പ്ലേറ്റ് മാറ്റിയെടുത്തത്. മുജാഹിദ് വിഭാഗം പ്രചരിപ്പിക്കാൻ തുടങ്ങി. ചോദ്യത്തിന് മറുപടി ഇല്ലാതെ സുന്നികൾ ഉത്തരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിഞ്ഞു മാറുകയാണ്. അവിടെ ബഹളമായി, കയ്യേറ്റ ശ്രമങ്ങളുണ്ടായി, സുന്നികൾക്ക് നേരെ കടുത്ത ആക്ഷേപങ്ങളുണ്ടായി. ഒരർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ സുന്നികൾ പരാജയപ്പെട്ടു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുജാഹിദ് വിഭാഗത്തിന് സാധിച്ചു. കോഴിക്കോട് അങ്ങാടിയിലൂടെ തലമറച്ച സുന്നിക്ക്, തൊപ്പിധരിച്ച മുസ്ലിയാർക്ക് തലയുയർത്തി നടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി. അപമാനം വലിയ രീതിയിൽ വരുത്തി വെക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ആ കാലഘട്ടത്തിലാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങളൊക്കെ ആകുന്ന ആ ഒരു സമയത്ത്, അത്രതന്നെ പ്രസിദ്ധനല്ലാത്ത ആ കാലഘട്ടത്തിൽ ശൈഖുനാ ശംസുൽ ഉലമ നന്മണ്ടയിൽ വെച്ച്, പൂരൂരിന്റെ തൊട്ടടുത്ത പ്രദേശമായ നന്മണ്ടയിൽ സംവാദം നടത്താൻ ഒരുക്കമാകുന്നത്. പക്ഷെ അതിനു വേണ്ട സാമ്പത്തികമായ ഒത്താശകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഉമറാവ് തയ്യാറായില്ല. വീണ്ടും നാളെ വിടാൻ ഞങ്ങൾ ഒരുക്കമില്ല. സുന്നികൾക്ക് മറുപടി പറയാൻ കഴിയുമോ, അതിനെപ്പറ്റി ആളുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ആരും തയ്യാറാകാത്ത ഘട്ടത്തിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ വാഴത്തോട്ടം കൃഷി ചെയ്യുന്ന ആളുകളുടെ അരികിൽ പോയിട്ട് വാഴ നാട്ടാൻ ഉപയോഗിക്കുന്ന കമ്പ് കൊണ്ട് സ്റ്റേജ് കെട്ടി നാടായ നാടുകളിൽ മുഴുവൻ സ്വന്തം നടന്ന് പോസ്റ്ററുകൾ ഒട്ടിച്ച് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ സംവാദ വേദി ഒരുക്കി. ആളുകൾ ഒരുമിച്ച് കൂടി. മുജാഹിദ് വിഭാഗത്തിന്റെ വേദിയിൽ പ്രസിദ്ധരായ അലി മൗലവി പറപ്പൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. സംവാദം നടത്താൻ നേരത്ത് സുന്നിയുടെ ഭാഗത്ത് നിന്ന് ആരാ കടന്നു വരുന്നത് എന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് എന്ന് പോസ്റ്റർ ഒട്ടിച്ച് നടന്ന അതേ മുസ്ലിം വെച്ചു പറയാൻ തുടങ്ങി. സാധാരണ സുന്നികളുടെ സംവാദ വേദിയിൽ തുടക്കത്തിൽ ഒരു പൊടുത്ത പതിവുണ്ടായിരുന്നു. നാണക്കേടുമോ എന്ന് ഭയപ്പെട്ടിട്ട് സുന്നികളുടെ വേദിയിൽ ഇരുന്ന് ബുർദ ചൊല്ലാൻ പോലും മുസ്ലിംമാർ മടിച്ചിരുന്ന കാലത്ത് ശൈഖുനാ ശംസുൽ ഉലമ ഒറ്റക്ക് ബുർദ തുടങ്ങി. എന്നിട്ട് സംവാദം തുടങ്ങി. ഒന്നാമത്തെ ദിവസത്തിൽ കൃത്യമായി അക്കമിട്ട് മറുപടികൾ പറഞ്ഞു. രണ്ടാമത്തെ ദിവസമായപ്പോൾ മുജാഹിദ് വിഭാഗത്തിന്റെ സംവാദ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രഭാഷകന്മാരുടെയും സംവാദകരുടെയും എണ്ണം കുറഞ്ഞു. മൂന്നാമത്തെ ദിവസമായപ്പോൾ മുജാഹിദ് വിഭാഗത്തിന്റെ വേദി കാലിയായി. 10,000-കണക്കിന് സുന്നി പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മനോഹരമായ ആദർശത്തെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അവിടെ വെച്ച് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പറമ്പിൽ കടവിൽ നിന്ന് പല്ലക്കുമായിട്ട് മുസ്ലിം സമുദായം കടന്നു വന്ന് ശൈഖുനാനെ പല്ലക്കിൽ കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുത്തു. അന്ന് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ മാത്രമാണ് പല്ലക്കിലെ സഞ്ചരിക്കാറുണ്ടായിരുന്നത്. ആ രീതിയിൽ ഈ ഉമ്മത്തിന് തലയുയർത്താനുള്ള ഇസ്സത്ത് നൽകിയ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ